ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു പാൽ ചായ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ പാലിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഹാഫ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയാണ് നമുക്ക് പാലുള്ളത്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് തിളച്ച് വരണം. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഇഞ്ചി ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, ആ സമയത്ത് ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പുതിയതൊന്നല്ല, നമ്മളിത് കുറച്ച് ദിവസം മേടിച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പ് വേറെ കുറച്ച് ഇത് വെച്ചപ്പോൾ ഇത് കുറച്ച് ദിവസം വെച്ചു. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ടായില്ല കേട്ടോ ഗൈസ്. ഇതിന് മുമ്പ് നമ്മളിത് ടേസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച് പക്ഷേ ടേസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. ഇതിൻ്റെ സ്പൂണിട്ടാണ് വെച്ചത് ഞങ്ങൾ. പിന്നെ ഞങ്ങളൊന്നും ചെയ്തില്ല. ഇത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 രൂപയാണ്. ഇത് തേയിലത്തിൻ്റെ തന്നെയാണ് പൊടി, ബട്ട് ഇത് പ്രീമിയം സിൽവർ ടീ ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം ഒക്കെ. നമുക്കൊന്ന് ഇത് കണ്ട മനസ്സിലാവും. ഇത് 3 റിവേഴ്സ് ബ്രൂ എന്ന് പറയുന്നൊരു ഇതാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇത് ഒപ്പിച്ചിട്ട് കൊടുക്കാം. നമുക്ക് സിമ്മിലിട്ട് കൊടുക്കാം. ഒരു ഇതുപോലെ ഒരു നെയ്യിൻ്റെ ഒരു കളറൊക്കെ പോലെ അതൊരു ഇത്ര എടുത്തിട്ട് ഒന്ന് ഇട്ട് നോക്കാം. പാകം നോക്കണം. സാധാ ചായപ്പൊടിയുടെ കളർ തന്നെയാണ് ഇതിനും വന്നിരിക്കുന്നത്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടിട്ടാണ് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇതിൻ്റെ പുകയെ ഇങ്ങനെ വരുന്നുണ്ട് എൻ്റെ കയ്യിൽ. ഇങ്ങനെ നല്ല രസമാണ്. എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് എത്രയൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് സിമ്മിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരിത്തിരിയും കൂടെ അത് ഇച്ചിരി കടുപ്പം വേണം. എനിക്കും അതേ എൻ്റെ ഫാമിലിക്കും അതേ ഇച്ചിരി കടുപ്പത്തിൽ കഴിച്ചാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. ഞങ്ങളൊരിത്തിരിയും കൂടെ കടുപ്പത്തിനായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു കടുപ്പത്തിന് ഇട്ടാൽ മതി. ഞാനപ്പോൾ ഇതിന് എൻ്റെ ഒരു ഇഷ്ടം നോക്കിയാണ് കടുപ്പ് ഇടുന്നത്. നമുക്കൊന്ന് നിർത്താം. ഞാൻ 1-2 പ്രാവശ്യമൊക്കെയാണ് ഇതിങ്ങനെ കുറേ ഇങ്ങനെ തിളപ്പിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ തിളപ്പിക്കാറില്ല. നമ്മുടെ സംഭവം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് ഈ സംഭവം ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. ഈ സംഭവം ഞാൻ ഇത് 3.5 പത്ത് മേടിച്ചതാണ്. ഇതിൻ്റെ ഒപ്പം ഞങ്ങൾ വേറൊരു ഇതൊക്കെ മേടിച്ച് വെച്ചു, പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റി. ഞാനിങ്ങനെ ലെയർ ഉണ്ടായില്ല, നെറ്റിയൊക്കെ പൊട്ടി. ഈ സംഭവം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഗൈസ്. അടിപൊളി സംഭവം. സാധനം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. അടിപൊളി സംഭവം കേട്ടോ. നമുക്കിതിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറയും കേട്ടോ. ഇപ്പം അടുത്തതെന്ന് പറയുന്നത് ഈ സംഭവം എടുത്തിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് 3 ചായ നിറച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് അരിച്ചരിച്ചാണ് എടുക്കുന്നത്. ഞാൻ ഇഞ്ചിയൊക്കെ ആദ്യമേ തന്നെ മാറ്റി. ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഒന്ന് നോക്കാം. രണ്ടാമത്തേത് വളരെ കുറച്ചാണ്. ഞാനൊരു പരിധിട്ടു ചെറിയ പേടുണ്ടായതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടാം. ഇതിലേക്ക്
പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ അകത്തോട്ടേക്ക്. നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, വളരെ കുറവാണ് പഞ്ചസാര, കണ്ടോ ഇത്ര ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കൊരാൾ മാത്രം മതി, അച്ഛന് വേണ്ട, അച്ഛൻ ഷുഗർ കഴിക്കില്ല. ഇതാ നമ്മൾ അത്യാവശ്യമൊക്കെ ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം. ഞാൻ കയ്യിൽ നമുക്ക് ആദ്യം തന്നെ ഞാനൊന്ന് കുറച്ച് കുടിച്ച് നോക്കാൻ പോവാണ്. ഇതാ നമ്മുടെ ചായ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുടിച്ചു നോക്കിയാലോ. ഒരു പുതിയ ആക്ടർ എന്ന നിലയിൽ സപ്പോർട്ട് ദാറ്റ് ഹി ഗേവ് മീ അത് അടി വാങ്ങിയിട്ട് പിന്നെ നീ എന്നെ അടിച്ചു അതിനെ പറ്റി